മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഈ ചൂടുകാലം എന്നത് ഏറെ പ്രതിസന്ധി നിറയുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. കാരണം ഈ തീരത്തിനോടടുത്ത് മത്സ്യങ്ങൾ എത്താതിരിക്കുകയും ഉൾക്കടലിലൊക്കെ പോയാൽ മാത്രം മത്സ്യം ലഭിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതിനിടയിലാണ് ഇത്തരത്തിൽ മണ്ണെണ്ണയുടെ വില വർദ്ധിച്ചു എന്നത് അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുന്നതാവും. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ശരണ്യ സ്നേഹജൻ ഇപ്പോൾ ചേരുന്നുണ്ട്. ശരണ്യ, ഒരുപക്ഷെ ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്ക്, കാരണം നമ്മളിപ്പോൾ മത്സ്യം വാങ്ങാൻ വിപണിയിലേക്കൊക്കെ എത്തിയാൽ ഒരു ശരാശരി മലയാളിക്ക് മത്സ്യത്തിനായി കൊടുക്കേണ്ടി വരുന്നത് വലിയ തുകയാണ്. ഇത് പലപ്പോഴായി വാർത്തകളിൽ വന്നിട്ടുള്ളതാണ്. ഈ ഇടനിലക്കാരാണ് ഈ പണത്തിൽ അധികവും കൈയാളുന്നത്. യഥാർത്ഥത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ഈ വിലയുമായി ഒരു ബന്ധവുമില്ലാത്ത അത്രമേ തുച്ഛമായ വിലയാണ് മത്സ്യത്തിന് ലഭിക്കുക എന്നുള്ളത്. അങ്ങനെയുള്ള മത്സ്യത്തൊഴിലാളികളെ വീണ്ടും ദുരിതത്തിലാഴ്ത്തുന്ന ഒരു സാഹചര്യമാണ്. അവർക്ക് മണ്ണെണ്ണയ്ക്ക് ഏതാണ്ട് 100 രൂപ ഉണ്ടായിരുന്നു 150 രൂപയാക്കി 50% വർധനവ് പൊടുന്നനെ ഉണ്ടാവുകയാണ്. എത്രത്തോളം വലിയ പ്രതിസന്ധിയിലാണ് ഇവർ എന്നാണ് പറയുന്നത്. ഏത് തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്? അഭിലാഷ്, ഈ കഴിഞ്ഞ 3 ആഴ്ചക്കിടയിലാണ് ഇത്രയധികം ഒരു വില വർധനവ് ഉണ്ടായിട്ടുള്ളത്. 52 രൂപ 37 പൈസയാണ് കഴിഞ്ഞ 3 ആഴ്ചക്കിടയിൽ ഈ മണ്ണെണ്ണയ്ക്ക് വന്ന വിലയുടെ വർധനവ് എന്നുള്ളതാണ്. ഒരു കാരണവശാലും ഇത് പിടിച്ചു നിൽക്കാനാവില്ല എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാർ നൽകുന്ന മണ്ണെണ്ണയുടെ വില 52.37 രൂപ വർദ്ധിപ്പിച്ച് ഏകദേശം 150 രൂപയ്ക്ക് അടുത്തേക്ക് അത് എത്തി എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഏറ്റവും പ്രധാനം ഈ കരിഞ്ചന്തയിലേക്ക് ആളുകൾക്ക് പോകേണ്ടി വരുന്നു എന്നുള്ളതാണ്. മണ്ണെണ്ണ ലഭ്യതയില്ല എന്നുള്ളതാണ് വളരെ വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. കാരണം ഈ വിലയ്ക്ക് മണ്ണെണ്ണ വാങ്ങാൻ, അത് കേന്ദ്രം പറയുന്നത് യുദ്ധമാണ്, ഈ യുദ്ധത്തിൽ തുടർന്നുണ്ടായ ഇന്ധനക്ഷാമമാണ് ഈ മണ്ണെണ്ണ വില ഇത്രയധികം വർദ്ധിപ്പിക്കാൻ കാരണമാണ് എന്ന് പറയുന്നു. പക്ഷേ നമ്മളൊരു സാധാരണഗതിയിലുള്ള ഒരു വള്ളത്തിൻ്റെ ഒരു എൻജിൻ പരിഗണിച്ചാൽ പോലും അതിന് ഇപ്പോൾ കിട്ടുന്നത് 9.9 HP ഉള്ള വള്ളം, അത് സാധാരണ വള്ളം ഉപയോഗിക്കുന്നതിൽ പോലും അതിൽ പോലും 140 രൂപ ലിറ്ററിന് 140 ലിറ്റർ മണ്ണെണ്ണ വേണം എന്നുള്ളതാണ്. അതായത് ഇവിടെ നമ്മുടെ തീരങ്ങൾ അറിയാം. ഇപ്പോൾ നബിലേഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാലാവസ്ഥ വളരെയധികം പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. കാരണം ഈ ആഴക്കടലിലേക്ക് പോയാൽ മാത്രം മത്സ്യബന്ധനം നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം വെള്ളം വലിയ തോതിൽ ചൂട് പിടിക്കുന്നത് കൊണ്ട് തന്നെ മത്തി ഉൾപ്പെടെയുള്ള മത്സ്യങ്ങളെല്ലാം ആഴക്കടലിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദീർഘദൂരം സഞ്ചരിച്ചാൽ മാത്രമേ മത്സ്യത്തൊഴിലാളികൾക്ക് എന്തെങ്കിലും ലഭ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. അതിൽ തന്നെ ലഭ്യമാകുന്ന മത്സ്യങ്ങൾക്ക് അധികം വിലയില്ലാത്ത മത്സ്യങ്ങളാണ് ഈ സമയങ്ങളിൽ കിട്ടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ആഴക്കടലിലേക്ക് പോയി മത്സ്യബന്ധനത്തിലേക്ക് പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു മാസം സബ്സിഡി ഇനത്തിൽ കിട്ടുന്നത് 145 ലിറ്റർ മണ്ണെണ്ണ മാത്രമാണ്. ഈ 145 ലിറ്റർ മണ്ണെണ്ണ 2 ദിവസത്തേക്ക് പോലും ഇവർക്ക് തികയില്ല എന്നുള്ളതാണ്. പിന്നീടുള്ള ഈ 28ഓളം ദിവസം ഒരു മാസം തള്ളി നീക്കണമെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ കരിഞ്ചന്തയെ മാത്രം ആശ്രയിക്കുന്ന ഒരു സാഹചര്യം വരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് വലിയ തോതിൽ മണ്ണെണ്ണ ബ്ലാക്ക് മാർക്കറ്റിലേക്ക് ഇവിടെ എത്തുന്നു എന്നുള്ളതാണ്. ഈ ബ്ലാക്ക് മാർക്കറ്റിൽ എത്തുന്ന മണ്ണെണ്ണ ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൂടി വില വർധനവ് വരുത്തിയ സാഹചര്യത്തിൽ ഈ 55 രൂപ കൂടി അതിനേക്കാൾ കൂടിയ വിലയ്ക്ക്, അതായത് 150 രൂപയ്ക്ക് മേളിൽ വിലയിലാണ് ഇവിടെ ഇത് വിറ്റുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല ഈ മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ അവർക്ക് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. പലരും വള്ളം ഇറക്കുന്നില്ല. വലയുടെ അറ്റകുറ്റപ്പണികളൊക്കെ തീർക്കാനായിട്ട് മത്സ്യത്തൊഴിലാളികൾ കരയിൽ തന്നെ കഴിച്ചുകൂടുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഇത് നമുക്കറിയാം, 30,000-ഓളം തൊഴിലാളികൾ ഈ വള്ളത്തിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. ഏറ്റവും കൂടുതൽ തീരദേശമുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ഈ മത്സ്യമേഖലയെ ചെറുവള്ളങ്ങളിൽ പോയി മത്സ്യബന്ധനം നടത്തുന്ന ആളുകളുണ്ട്. ഇവർക്ക് ഒരു കാരണവശാലും പണിക്ക് പോകാൻ കഴിയാത്ത ഒരവസ്ഥയാണെന്നുള്ളത്. ഒന്ന് കാലാവസ്ഥയുടെ വലിയ തിരിച്ചടി, മറ്റൊന്ന് ഈ വിലവർധനവ് മൂലം. അതായത് ചരിത്രത്തിൽ പോലും ഇത്രയധികം, ചിലപ്പോൾ ഒരുപക്ഷെ 25 പൈസ ഒക്കെ വെച്ച് കൂട്ടുമായിരിക്കും. ഇത് ഇത്രയധികം ഒരു തുക വർധനവ് എന്ന് പറഞ്ഞാൽ 52 രൂപ 37 പൈസ കൂടുക എന്ന് പറഞ്ഞത് ചരിത്രത്തിൽ ആദ്യമായാണ് ഇങ്ങനെയൊരു പ്രതിസന്ധി ഉണ്ടാകുന്നത് എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. യുദ്ധമാണോ കാരണമെന്ന് പറയുമ്പോൾ പോലും അങ്ങനെ അല്ല എന്നൊരു വശം കൂടി ചിലർ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ കൂടി സബ്സിഡി നിരക്കിൽ ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട് ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിച്ച് ഇത്തരത്തിൽ വള്ളങ്ങളുടെ പ്രവർത്തനം നിയന്ത്രിക്കണം എന്നുള്ളൊരു ആവശ്യം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കാരണം ഈ എൻജിൻ
എഞ്ചിൻ ഉപയോഗത്തിന് ഇത്തരത്തിൽ മണ്ണെണ്ണ ഉപയോഗിക്കാതെ ഗ്യാസിൽ പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് മാറണം എന്നുള്ളതുണ്ട്. ആ രീതിയിൽ കൂടി ഉള്ള ഒരു സമ്മർദ്ദത്തിലേക്ക് ജനങ്ങളെ എത്തിക്കാൻ വേണ്ടി, മത്സ്യത്തൊഴിലാളികളെ എത്തിക്കാൻ വേണ്ടിയുള്ള നീക്കമാണോ എന്നുള്ളത് കൂടി സംശയിക്കുന്നുണ്ട്. ഗുജറാത്ത് അടക്കമുള്ള മേഖലകളിൽ അത് പ്രായോഗികമായി നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിന്റെ തീരം കുറെ കൂടെ പ്രക്ഷുബ്ധമാണ്. ഈ പ്രക്ഷുബ്ധമായ തീരത്ത് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ചില ആശങ്കകളുണ്ട്. ഈ പെട്രോളും ഒപ്പം തന്നെ മണ്ണെണ്ണയും ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് വള്ളം സ്റ്റാർട്ട് ചെയ്ത് കയറാൻ പറ്റുന്ന പവറിൽ ഈ ഗ്യാസ് ഉപയോഗിച്ച് പോകാൻ കഴിയുമോ എന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നു. ആ ആശങ്കകളൊക്കെ പരിഹരിക്കാനായി സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഇടപെട്ട് അത് പരിഹരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ പരിഹരിക്കപ്പെട്ടാൽ ഒരുപക്ഷെ പൊല്യൂഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഇല്ലാതെ പ്രവർത്തിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ വള്ളങ്ങളായി ഗ്യാസിൽ പോകാൻ കഴിയും, കുറെ കൂടെ ലാഭകരവുമാണ്. പക്ഷേ അത് പ്രായോഗിക തലത്തിൽ മത്സ്യത്തൊഴിലാളികൾക്കിടയിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് ഈ കാര്യങ്ങൾ അവരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ കൺവേർട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ മറ്റ് ഗ്യാസ് ഉപയോഗത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു നീക്കം ഉണ്ടാകുന്നില്ല. ഈ പ്രോജക്റ്റുകൾ സബ്സിഡികളൊക്കെ പ്രഖ്യാപിക്കുന്നതിനപ്പുറത്തേക്ക് ആഴത്തിൽ മത്സ്യത്തൊഴിലാളികൾക്കുള്ളിലേക്ക് ഒരു ബോധവൽക്കരണം കൊണ്ടുവരാനായി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഈ മാറ്റത്തിനനുസരിച്ച് അവരെ മാറ്റിയെടുക്കാനുള്ള ഒരു നീക്കം ആരുടെയും ഭാഗത്തുനിന്ന് ഇനിഷ്യേറ്റീവ് എടുത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഈ 145 ലിറ്റർ ഇപ്പോൾ 150 ലിറ്റർ സബ്സിഡി ഇനത്തിൽ ഇപ്പോൾ മത്സ്യഫെഡുകളൊക്കെ വഴി കൊടുത്താൽ പോലും ഈ സബ്സിഡി തുക, അതായത് പണം കൊടുത്ത് മത്സ്യത്തൊഴിലാളികൾ വാങ്ങുന്നു, അതിനുശേഷം അവർക്ക് സബ്സിഡി തുക തിരിച്ച് സർക്കാർ നൽകേണ്ടതുണ്ട്. അത് നൽകുന്നത് പോലും വൈകുന്നു. ഇപ്പോൾ 145 ലിറ്റർ എന്നുള്ളത് കിട്ടുന്നേ ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസത്തേക്ക് ഉപയോഗിക്കാനുള്ള ഇന്ധനം പോലും, അവർക്ക് വള്ളത്തിൽ ഉപയോഗിക്കാനുള്ള ഇന്ധനം പോലും അവർക്കിപ്പോൾ കിട്ടാത്ത അവസ്ഥയാണുള്ളത്. പൂർണ്ണമായി കരിഞ്ചന്തയിലേക്ക് പോകുന്ന അവസ്ഥയുണ്ട്. പലരും വള്ളങ്ങളുടെ മറ്റ് രേഖകളും ഒക്കെ പണയം വെച്ചാണ് ഇത്തരത്തിൽ മത്സ്യബന്ധനത്തിന് വേണ്ടിയുള്ള എണ്ണ സംഭരിക്കുന്നത്. പക്ഷേ കാലാവസ്ഥ കൂടി തിരിച്ചടി ആയതോടുകൂടി അങ്ങേയറ്റം ദുരിതപൂർണമായിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം. യെസ്, എന്തായാലും നമ്മുടെ തീരദേശത്തുള്ളവർ നമുക്ക് അന്നം വിളമ്പുന്നവർ എന്ന് തന്നെ പറയാം. കാരണം മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇഷ്ടവിഭവം തന്നെയാണ് മീൻ. പലപ്പോഴും ഇവരുടെ ജീവിതം വറുതിയിലാണ് എന്നതാണ് ഏറ്റവും ദുഃഖകരം. ഇവർക്ക് മത്സ്യത്തിന് തന്നെ കൃത്യമായി വില ലഭിക്കാറില്ല. പലപ്പോഴും ഇടനിലക്കാരാണ് ഇവരെ കൊള്ളയടിക്കുന്നത് എന്ന ആരോപണമൊക്കെ നിലനിൽക്കാറുണ്ട്. ഇപ്പോഴിതാ ഇവർക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ പറ്റാത്ത തരത്തിൽ മണ്ണെണ്ണയുടെ വിലയും വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.